Hello dear students, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് BTS JEE അതായത് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻസ് എഴുതാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാമാണ് BTS JEE. ആ പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയാൻ പോകുന്നത്. ആ പ്രോഗ്രാമിന് കയറിയാൽ നിങ്ങൾക്ക് എന്തൊക്കെ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് കിട്ടും, ഏതൊക്കെ എക്സാംസ് ആണ് അതിൽ വരുന്നത്, എന്തൊക്കെയാണ് എക്സാംസ് നടക്കുന്നത്, എത്ര എക്സാംസ് ഉണ്ട്, കൂടാതെ അതിൻ്റെ ലേണിംഗ് ആപ്പിൻ്റെ അകത്തുള്ള അഡ്വാൻറ്റേജസ് മറ്റ് കാര്യങ്ങളൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഈ വീഡിയോയ്ക്ക് ശേഷം ഞാൻ ജസ്റ്റ് ഒരു 2 to 3 minutes എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ വീഡിയോയ്ക്ക് ശേഷം എങ്ങനെ ഈ പ്രോഗ്രാമിന് രജിസ്റ്റർ ചെയ്യാമെന്ന് വിഷ്ണു സാർ ചെയ്ത വീഡിയോയും ഇതിന് ശേഷം വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓൾറെഡി ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ 2-3 മിനിറ്റ് ഒന്ന് മുന്നോട്ട് ഓടിച്ച ശേഷം നിങ്ങൾക്ക് വിഷ്ണു സാറിൻ്റെ രജിസ്ട്രേഷൻ വീഡിയോയിലോട്ട് കടന്ന് രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങളും മറ്റും പഠിക്കാം. അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാമിൻ്റെ ബ്രോഷർ ഒന്ന് വായിച്ച് നോക്കാം. ഇതാണ് BTS JEEയുടെ ബ്രോഷർ. ഇവിടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റ് സീരീസ് ഫോർ എഞ്ചിനീയറിംഗ് എക്സാമിനേഷൻസ്. നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് JEE മെയിൻസ്, JEE അഡ്വാൻസ്, ഫേസ് 2, BARC ബി പ്ലാനിംഗ്, ബിറ്റ്സാറ്റ്, കീം, കുസാറ്റ് ഇത്രയും പരീക്ഷകളാണ് നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് 80+ എക്സാമിനേഷൻസ് ആണ് ഈ ഒരു പ്രോഗ്രാമിൽ വരുന്നത്. 80+ എക്സാമിനേഷൻ എന്ന് പറയാനുള്ള കാരണം കുസാറ്റിൻ്റെ ഒന്നും ഡേറ്റ് വന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ എക്സാമിനേഷൻ ഷെഡ്യൂളിൽ കുസാറ്റിൻ്റെ പരീക്ഷകൾ കയറാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി 80+ ഇതിന് മേളിൽ പരീക്ഷകൾ വരും. അപ്പം അതുകൊണ്ടാണ് 80+ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് വീഡിയോ സൊല്യൂഷൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ പരീക്ഷകളൊക്കെ നിങ്ങൾക്ക്, അതായത് എഞ്ചിനീയറിംഗ് പരീക്ഷകളൊക്കെ ഇപ്പോൾ നമുക്ക് CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മോഡിലാണ് നടക്കുന്നത്. അപ്പോൾ അതേ മോഡിൽ നമ്മുടെ എത്രത്തോളം സെൻറ്ററുകളിൽ നിങ്ങൾക്ക് അത് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ CBT എക്സാമിനേഷൻ സെൻറ്ററുകൾ വരുന്നത് തിരുവനന്തപുരം, കോട്ടക്കൽ, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, പാല, എറണാകുളം, കൊല്ലം. അതായത് ബ്രില്യൻറ്റ് പാലയുടെ എല്ലാ ക്യാമ്പസുകളിലും നിങ്ങൾക്ക് CBT എക്സാമിനേഷൻ എഴുതാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ടാവും. ഇവിടെ ഇപ്പോൾ നമ്മൾ 4th February എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞ നെക്സ്റ്റ് 2 ബാച്ചുകൾ February 11th February 18th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ശേഷം വേറെ ബാച്ചുകളുണ്ടാവും. അപ്പോൾ നമ്മുടെ ബ്രോഷറിൽ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്താൽ മതി നെക്സ്റ്റ് ന്യൂ ബാച്ചസിൻ്റെ ഒക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇനി തൊട്ടടുത്ത് വരുന്ന ബാച്ചുകൾ February 11th February 18th ആണ്. ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ 80+ എക്സാമിനേഷൻസ് ആണ്. ഇത്രത്തോളം പരീക്ഷകളാണ് നമ്മൾ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിന് നിങ്ങൾക്ക് CBT മോഡിൽ പരീക്ഷ എഴുതണമെങ്കിൽ എഴുതാം. അതല്ലാണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് എഴുതണമെങ്കിൽ എഴുതാനും സാധിക്കും. അതായത് നമ്മൾ CBT മോഡിൽ നമ്മൾ ഇൻവിജിലേഷനോട് കൂടി യഥാർത്ഥത്തിൽ എങ്ങനെയാണ് കീം പരീക്ഷ, JEE മെയിൻ പരീക്ഷയൊക്കെ നടക്കുന്നത്, ഏകദേശം അതേ ഒരു അറ്റ്മോസ്ഫിയറിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെൻറ്ററുകളിൽ വന്നാൽ എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാനും സാധിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ വരുന്നത്. ഈ പ്രോഗ്രാമിൽ +2 പഠിക്കുകയും അല്ലെങ്കിൽ +2 കഴിയുന്ന വിദ്യാർത്ഥികൾക്കും ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഇയർ ടോപ്പേഴ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഇത് JEE മെയിൻ ഫസ്റ്റ് റാങ്ക്, കീം ഫസ്റ്റ് റാങ്ക് ആണ്, JEE അഡ്വാൻസിൻ്റെ കേരള ടോപ്പേഴ്സ് ആണ്. അതായത് നമ്മുടെ 2025 ബ്രില്യൻറ്റിൽ പഠിക്കുന്ന എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളുടെയും കൂട്ടത്തിൽ അവരോടൊപ്പം അവരുടെ അതേ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് പെർഫോമൻസ് അളക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BTS JEE. ഇത്ര നാൾ നമ്മുടെ ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന ആ ടെസ്റ്റ് സീരീസിൽ നിങ്ങൾക്കും അംഗമാകാൻ പറ്റും, നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് BTS JEEയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്ക് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ഒരു സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. 2 രീതിയിലാണ് സ്കോളർഷിപ്പ് വരുന്നത്. ഒന്ന് JEE മെയിൻ 2025 ഫേസ് 1 പെർസെൻറ്റേജ് വെച്ചിട്ട് അതിൽ 97% ആൻഡ് എബവ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 100% ഓഫ് കോഴ്സ് ഫീ സ്കോളർഷിപ്പായിട്ട് തന്നെ പോകും. പിന്നീടുള്ളത് നമ്മുടെ JEE മെയിൻ സെഷൻ 1 BTS പ്രോഗ്രാമിൽ, അതായത് ഫേസ് 1 BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികൾക്കെല്ലാം തന്നെ 75% സ്കോളർഷിപ്പ് ഉണ്ടാവും ഫേസ് 2 BTS പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാൻ. അതാണ് അങ്ങനെ 2 സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ ആണ് വരുന്നത്. ഫീ സ്ട്രക്ചറിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് 3 രീതിയിലുണ്ട്. ഒന്ന് JEE അഡ്വാൻസ് തന്നെ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് അത് തന്നെ സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ JEE അഡ്വാൻസ് എഴുതുന്നില്ല പക്ഷേ ബാക്കിയുള്ള എഞ്ചിനീയറിംഗ് പരീക്ഷകളൊക്കെ എഴുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ JEE മെയിൻ + കീം എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ് കാറ്റഗറി എടുത്താൽ മതി. അതിന് ഏകദേശം 2ന് 2000 വെച്ചിട്ടാണ് വരുന്നത്. ഇനി അതല്ല നിങ്ങൾക്ക് എല്ലാ JEE മെയിൻ പ്രോഗ്രാമിലും, അതായത് എല്ലാ എഞ്ചിനീയറിംഗ് പരീക്ഷകളിലും നിങ്ങൾക്ക് എഴുതാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 3rd കാറ്റഗറിയിൽ ജോയിൻ ചെയ്യാം. അതിന് അറൗണ്ട് 3000 rupees + GST ആണ് വരുന്നത്. ഇതുകൂടാതെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് ലേണിംഗ് ആപ്പ് കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ലേണിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ബ്രില്യൻറ്റ് പാലയുടെ എല്ലാ റിപ്പീറ്റേഴ്സിനും അതുപോലെ തന്നെ ഇവിടെ എഞ്ചിനീയറിംഗ് പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന ഒരു അഡീഷണൽ ഈ ആപ്പാണ് ലേണിംഗ് ആപ്പ്. ഇതിനകത്ത് നമ്മുടെ +1 +2ൻ്റെ റിപ്പീറ്റേഴ്സിന് ലഭിക്കുന്ന അതേ ഇൻഡെപ്തിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഡ്യൂറേഷൻ കുറഞ്ഞ ക്ലാസ്സുകൾ അതിനകത്തുണ്ടാവും. നിങ്ങൾക്ക് പെട്ടെന്ന് ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്യണമെങ്കിൽ ലേണിംഗ് ആപ്പിൻ്റെ അകത്തെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. പറഞ്ഞു വരുന്നത് ഇതൊരു ടെസ്റ്റ് സീരീസ് മാത്രമാണെങ്കിലും ഇതിൻ്റെ അകത്തൂടെ നിങ്ങൾക്ക് നമ്മുടെ ബ്രില്യൻറ്റ് പാലയുടെ ക്ലാസ്സുകളിലോട്ടും നിങ്ങൾക്കുള്ള ഒരു ആക്സസ് ഉണ്ടാകുന്നതായിരിക്കും. അതുകൂടാതെ
നമ്മുടെ എല്ലാ പ്രീവിയസ് ഇയർ ചാപ്റ്റർ വൈസ് ചോദ്യങ്ങളും അതിൻ്റെ അകത്ത് നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ അകത്തുണ്ട്. അതുകൂടാതെ എല്ലാ മേജർ എഞ്ചിനീയറിംഗ് പരീക്ഷകളായ ജെഇ മെയിൻസ്, അഡ്വാൻസ് സ്കീം, കുസാറ്റ്, ഐസർ, നൈസർ, ബി ആർക്ക്, ബി പ്ലാനിംഗ്, IMU CET, ബിറ്റ്സാറ്റ്, UCET മുതലായ എല്ലാ എഞ്ചിനീയറിംഗ് പരീക്ഷയുടെയും പ്രീവിയസ് ഇയർ ചോദ്യപേപ്പറുകളും നിങ്ങൾക്ക് അതിനകത്ത് ലഭിക്കും. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ചോദിക്കാനുള്ള ഓപ്ഷനും ലേണിംഗ് ആപ്പിലുണ്ടാവും. അതുകൂടാതെ നിങ്ങൾക്ക് കസ്റ്റം എക്സാംസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്ററാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് കസ്റ്റം എക്സാമും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്ക് ഇല്ലാതെയൊക്കെ പരീക്ഷ എഴുതാൻ സാധിക്കും. അതെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും ലേണിംഗ് ആപ്പും കൂടെ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ പരീക്ഷയുടെ ഷെഡ്യൂളിലോട്ടൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. നമ്മൾ അറൗണ്ട് ആദ്യത്തെ 6 ആഴ്ചകളിൽ 6 യൂണിറ്റിൻ്റെ നമ്മൾ പരീക്ഷകൾ നടത്തും. ഓരോ യൂണിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ +1 +2 ടോപ്പിക്കുകൾ 6ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള യൂണിറ്റുകളാണ്. അപ്പം ആദ്യത്തെ യൂണിറ്റിൻ്റെ പരീക്ഷ നമ്മൾ സാറ്റർഡേ, സൺഡേ, മൺഡേ ഉണ്ടായിരിക്കും. ഫ്രൈഡേ ഒരു പ്രിപ്പറേറ്ററി മോഡൽ ഉണ്ടായിരിക്കും. അത് ഏത് പാറ്റേണിലാണ് എന്നാണ് നടക്കുന്നതെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എല്ലാ ആഴ്ചകളിലും ഒരേ യൂണിറ്റ് പരീക്ഷയുടെ തന്നെ ജെഇ മെയിൻ, ജെഇ അഡ്വാൻസ്, കീം പാറ്റേണിലുള്ള പരീക്ഷകൾ എഴുതി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ആ പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ നമുക്ക് ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേസിൽ അതിൻ്റെ റിവിഷൻ ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കാണണമെങ്കിൽ കണ്ട് അതിൻ്റെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതാൻ പറ്റും. അതേ ഒരു പാറ്റേൺ തന്നെ യൂണിറ്റ് 1 കഴിഞ്ഞ് യൂണിറ്റ് 2 നെക്സ്റ്റ് വീക്ക് നടക്കും. അപ്പോൾ ഒരാഴ്ചയിൽ 4 പരീക്ഷകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. യൂണിറ്റ് 3ഉം യൂണിറ്റ് 4ഉം യൂണിറ്റ് 5, യൂണിറ്റ് 6 അങ്ങനെ 6 ആഴ്ച കൊണ്ട് നമ്മൾ +1 +2 ഫുൾ ടോപ്പിക്ക് നമ്മൾ യൂണിറ്റ് ബൈ യൂണിറ്റ് കവർ ചെയ്യും. അതിനുശേഷം യൂണിറ്റ് 6 കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഓൾ യൂണിറ്റ് പരീക്ഷകളാണ് നടത്തുന്നത്. ജെഇ മെയിൻസിൻ്റെ ഏപ്രിൽ സെഷൻ 8-ാം തീയതിയോടുകൂടിയാണ് തീരുന്നത്. ഏകദേശം ആ ഒരു ഡേറ്റ് വരെ നമ്മൾ ജെഇ മെയിൻസ് ഫോക്കസ് ചെയ്ത് ധാരാളം പരീക്ഷകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ജെഇ മെയിൻ എഴുതുന്നവർക്ക് തന്നെ അത് നോക്കി എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ ജെഇ അഡ്വാൻസിൻ്റെ പാറ്റേണിൽ വേണമെങ്കിൽ അതും എഴുതാം. അതിനിടയ്ക്ക് ബി ആർക്ക്, ബി പ്ലാനിംഗ് ഒക്കെ വന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് അത് നോക്കി നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പരീക്ഷകൾ എഴുതാം. അതിനുശേഷം ജെഇ അഡ്വാൻസിലോട്ട് സെലക്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ധാരാളം ജെഇ അഡ്വാൻസിൻ്റെ സെപ്പറേറ്റ് പരീക്ഷകൾ വരും. സെലക്ഷൻ കിട്ടുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വേണമെങ്കിൽ അത് തന്നെ ആ ഒരു പാറ്റേണിലുള്ള പരീക്ഷകൾ എഴുതാം. അതൊക്കെ വീണ്ടും ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. പിന്നീട് നമുക്ക് ജെഇ അഡ്വാൻസ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന കീം പരീക്ഷയാണ്. കീം പരീക്ഷ നമുക്ക് ഏപ്രിൽ 24th സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഏപ്രിൽ 13th വരെയുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ധാരാളം കീം പരീക്ഷ നമുക്ക് എഴുതി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. ഇതിനുശേഷം നടക്കാൻ പോകുന്ന കുസാറ്റ്, ബിറ്റ്സാറ്റ് മുതലായ പരീക്ഷകളിലൊക്കെ ഷെഡ്യൂൾ ഇതിനകത്ത് തന്നെ ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മുടെ പരീക്ഷയുടെ ഷെഡ്യൂൾ പോകുന്നത്. നിങ്ങൾക്ക് ഈ ബ്രോഷറിനകത്ത് ചെക്ക് ചെയ്താൽ കറക്റ്റ് എത്ര പരീക്ഷകളുണ്ടെന്നും ഏതൊക്കെ ദിവസങ്ങളിലാണ് നിങ്ങൾ എഴുതേണ്ട പരീക്ഷ ഉണ്ടെന്നും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അങ്ങനെ ഒരു സെൽഫായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കി നിങ്ങൾക്ക് തന്നെ അത് എഴുതി പോകാൻ സാധിക്കും. ഓരോ യൂണിറ്റിലും വരുന്ന ടോപ്പിക്കുകൾ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. യൂണിറ്റ് 1ലും യൂണിറ്റ് 2ലും ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സിൻ്റെ അകത്ത് വരുന്ന ടോപ്പിക് ചാപ്റ്റേഴ്സ് എവിടേക്കാണെന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ ക്ലിയർ ആയി മനസ്സിലാവും. പിന്നെ ഇവിടെ നമ്മുടെ ലാസ്റ്റ് ഇയർ റിസൾട്ട് ഒന്നുകൂടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. എത്ര പെർസെൻറ്റേജിന് മുകളിലുള്ള സ്റ്റുഡൻസിൻ്റെ നമ്പറും 2023 നിന്നും 24 നമുക്ക് എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. ജസ്റ്റ് ഒരു എളുപ്പത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് ഡബിൾ നമ്പറാണ് വന്നിട്ടുള്ളത്. 2023 97% മുകളിൽ നമുക്ക് 690 സ്റ്റുഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് 2024 വന്നപ്പം 1100 സ്റ്റുഡൻസ് ആണ് വന്നത്. ഈ ബ്രോഷർ ശരിക്കും ഒന്ന് റെഫർ ചെയ്ത ശേഷം നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനകത്ത് കൊടുത്തേക്കുന്ന നമ്പറിൽ ഈ ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്പറിൽ ഹെൽപ്പ് ലൈൻ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ആക്കി തരും. അപ്പോൾ നമുക്കിനി നേരെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ കയറി നമ്മുടെ ബ്രില്യൻറ്റ് പാലായുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് കയറുകയാണ്. ബ്രില്യൻറ്റ് പാല എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ബ്രില്യൻറ്റിൻ്റെ വെബ്സൈറ്റ് ഇവിടെ ഓണായി വരുന്നതായിരിക്കും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രില്യൻറ്റ് പാലായുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അപ്പോൾ നമുക്കിനി BTS JEE Main എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 രീതിയിൽ നമ്മുടെ കോഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഒന്നിവിടെ ഇതിന് മുകളിൽ ഇവിടെ കോഴ്സസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ തന്നെ ടെസ്റ്റ് സീരീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരെ BTS NEET, BTS JEE, BTS ദുബായ് NEET എന്നുള്ള ഓപ്ഷൻസ് വരും. അപ്പോൾ അതിനകത്ത് BTS JEE ആണ് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ BTS JEE എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ കുറച്ച് ബോക്സുകളൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ ബോക്സിൽ തന്നെ രണ്ടാമത് ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വ്യൂ മോർ കൊടുക്കുമ്പോൾ നേരെ നമ്മുടെ ഏതൊക്കെ ടെസ്റ്റ് സീരീസ് ആണ് ബ്രില്യൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള എല്ലാ ടെസ്റ്റ് സീരീസിൻ്റെയും ലിങ്ക് ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ 2 രീതിയിൽ നിങ്ങൾക്ക് BTSലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ രണ്ടാമത്തെയാണ് നമ്മുടെ ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് ഫോർ JEE Main ആൻഡ് JEE അഡ്വാൻസ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ ബ്രോഷറും കാര്യങ്ങളെല്ലാം കാണാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കോഴ്സ് ബ്രോഷർ അതുപോലെ തന്നെ രജിസ്റ്റർ എന്ന് പറയുന്ന 2 ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ കോഴ്സ് ബ്രോഷറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം രജിസ്റ്റർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്.
അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു സ്റ്റുഡൻറ്റ് ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യണം. അപ്പോൾ നേരത്തെ ബ്രില്യൻറ്റിൻ്റെ ഏതെങ്കിലും പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സ്റ്റുഡൻറ്റ് ഐ ഡിയും പാസ്വേഡും ഉണ്ടായിരിക്കും. അപ്പോൾ ഇനി പുതുതായി നിങ്ങൾ ബ്രില്യൻറ്റിൻ്റെ സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും സൈനപ്പ് ചെയ്യണം. അതിനായി ഒരു പുതിയതായിട്ടൊരു പാസ്വേഡും ഐ ഡിയും നിങ്ങൾ ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ സൈനപ്പിലേക്ക് പോകാം. അപ്പോൾ സൈനപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, ഇമെയിൽ ഐ ഡി, പാസ്വേഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ പേര്, ഫോൺ നമ്പർ, അതുപോലെ തന്നെ മെയിൽ ഐ ഡിയും കാര്യങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. പാസ്വേഡും കൊടുത്തു. അപ്പോൾ ഇതിന് നേരെ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റേർഡ് നമ്പറിലേക്ക് ഇപ്പോൾ ഒരു OTP വരും. ഇനി നമ്പറിലേക്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി, നിങ്ങൾ ഏത് മെയിൽ ഐ ഡിയാണോ കൊടുത്തിരിക്കുന്നത് ആ മെയിലിലേക്ക് OTP വരുന്നതായിരിക്കും. ആ ഒരു OTP നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണെന്നുള്ളത് നമ്മളിവിടെ കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മളുടെ ബ്രില്യൻ ടെസ്റ്റ് സീരീസിലാണ് നമ്മൾ ജോയിൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ബ്രില്യൻ ടെസ്റ്റ് സീരീസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നീറ്റിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ ദുബായ് കോഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ടുള്ളത് ബ്രില്യൻ ടെസ്റ്റ് സീരീസ് ഫോർ JEE Main ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് JEE Main കോഴ്സിലേക്ക് നിങ്ങൾക്ക് എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റേതെങ്കിലും കോഴ്സിൽ നേരത്തെ ജോയിൻ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് മൈ കോഴ്സസിൽ പോയിട്ട് അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ അപ്ഡേറ്റ് ക്വാളിഫിക്കേഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ ആ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമ്മുടെ ക്വാളിഫിക്കേഷൻ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ബ്രില്യൻ ടെസ്റ്റ് സീരീസ് തന്നെ കൊടുത്ത് വീണ്ടും സേവ് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ക്വാളിഫിക്കേഷൻ ഏതാണോ അത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ബ്രില്യൻ ടെസ്റ്റ് സീരീസിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ വരും, ബ്രില്യൻ ടെസ്റ്റ് സീരീസ് JEE Main 2025. അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷനും അതുപോലെ തന്നെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നേരെ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് കൊടുക്കുകയാണ്. അപ്ലൈ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മറ്റൊരു ടാബ് ഓപ്പൺ ആയി വരും. അപ്പോൾ ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും സെലക്ട് സെൻറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ JEE Advanced, JEE Main and KEAM, അതുപോലെ തന്നെ JEE Main and KEAM എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ച് നിങ്ങൾ ഏത് കോഴ്സാണ് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഏത് പരീക്ഷയ്ക്കാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ JEE Advanced, JEE Main and KEAM ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനുശേഷം സെലക്ട് പ്രിഫേർഡ് ബാച്ച് കൊടുക്കുമ്പോൾ ഫെബ്രുവരിയിൽ ആരംഭിക്കുന്ന ബാച്ചിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. ഇനി അതിനുശേഷമാണ് നിങ്ങൾ ജോയിൻ ചെയ്യുന്നതെങ്കിൽ അതിനുശേഷം വരുന്ന അപ്ഡേറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ബാച്ച് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇവിടെ റിക്വസ്റ്റ് ഫോർ രജിസ്ട്രേഷൻ കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പല ഓപ്ഷൻസ് നിങ്ങൾക്കുണ്ട്. ഗൂഗിൾ, സോഷ്യൽ മീഡിയ, അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഈ കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത് ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മളിനി പേയ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ പേയ്മെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ നമ്മുടെ സ്റ്റുഡൻറ്റ് പ്രൊഫൈലിലേക്കാണ് വരുന്നത്. അതായത് പ്രൊഫൈൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പേര്, അതുപോലെ തന്നെ ജെൻഡർ, നിങ്ങളുടെ കാറ്റഗറി, അതുപോലെ തന്നെ ആധാർ നമ്പർ, നാഷണാലിറ്റി ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നിങ്ങളോട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി അടുത്ത് നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതൊരു സാമ്പിൾ ഇമേജ് ആണ്. നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്ക് ഫേസ് കാണുന്ന രീതിയിൽ ഇവിടെ ക്രോപ്പ് ചെയ്ത് നിങ്ങൾക്ക് എടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ക്രോപ്പ് ചെയ്തതിന് ശേഷം ക്രോപ്പ് ആൻഡ് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ ഫോട്ടോ ഇവിടെ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പോൾ അതിനുശേഷം നമ്മളിനി അടുത്ത ഓപ്ഷനിലേക്ക് പോവുകയാണ്. യെസ്, ഇനി നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അത് നിങ്ങളുടെ സ്കൂള്, അതുപോലെ തന്നെ അഡ്രസ് ലൈൻ, കൺട്രി, അതുപോലെ തന്നെ മുമ്പ് ഏതെങ്കിലും കോച്ചിങ് സെൻറ്ററിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്, അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സ്, പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ സ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിൻകോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഈ ഒരു പേജിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് സക്സസ്ഫുൾ എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ കോഴ്സ് പേയ്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അവിടെ മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം മേക്ക് പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും പേ ഓൺലൈൻ, അതുപോലെ തന്നെ പേ ഓഫ്ലൈൻ. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓൺലൈനായിട്ടാണ് ഫീസ് അടയ്ക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടാവും. ഇനി ഓഫ്ലൈനായിട്ടാണ് നിങ്ങൾ അടയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ചെല്ലാൻ ഫോം തരും. ആ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ബാങ്കിൽ നിന്നും ഈസി ആയിട്ട് തന്നെ ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് പേ ഓൺലൈൻ കൊടുക്കുകയാണ്.
അപ്പോൾ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. UPID വെച്ചിട്ട് നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാം. അതുപോലെ തന്നെ വിവിധ കാർഡുകൾ, ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. അതുപോലെ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ച് ചെയ്യാം. അതുപോലെ തന്നെ ഏതെങ്കിലും വാലറ്റ് ഉപയോഗിച്ചും നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓൺലൈനായി പേയ്മെൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ ഗൂഗിൾ പേ ആവാം, ഫോൺ പേ ആവാം. അപ്പോൾ അങ്ങനെ ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആ ആപ്പുള്ള ഫോണിൽ നിന്ന് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ബ്രില്യൻറ്റ് ടെസ്റ്റ് സീരീസ് ഫോർ JEE മെയിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനായി മറ്റ് കമ്പ്യൂട്ടർ സെൻ്ററുകളൊന്നും പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് നമ്മുടെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.